മാധ്യമ സെൻസറിംഗിൽ ഏതായാലും മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണ്. ലീഗൽ റിക്വസ്റ്റ് ലഭിച്ചു എന്ന് മെറ്റ മറുപടി നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടുണ്ട്, സർക്കാരിനോ കോടതിക്കോ മാത്രമാണ് മെറ്റയ്ക്ക് ലീഗൽ റിക്വസ്റ്റ് നൽകാനാവുക. ഷഫീഖ് താമരശ്ശേരിയാണ് ഞങ്ങളുടെ ഡിജിറ്റൽ ഹെഡാണ് വിവരങ്ങളുമായി ചെയ്തത്. ഷഫീഖ്, നമ്മൾ ഇന്നലെയും ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തു. അതിനുശേഷവും ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. പക്ഷേ അതെല്ലാം തള്ളുന്നതാണ് മെറ്റ നൽകുന്ന വിശദീകരണം, അല്ലേ? സർക്കാരിനോ കോടതിക്കോ മാത്രമേ അത്തരത്തിൽ ആവശ്യപ്പെടാനാവുകയുള്ളൂ. തീർച്ചയായും വിനീത, ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി നൽകിയ ഔദ്യോഗിക വിശദീകരണം ഒട്ടും തൃപ്തികരമല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അങ്ങേയറ്റം ലാഘവത്വത്തിലുള്ളൊരു സമീപനമാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. തനിക്കൊരു യാതൊരു ഉത്തരവാദിത്വവും ഇക്കാര്യത്തിലില്ല എന്നും തനിക്കോ തൻ്റെ ഓഫീസിനോ യാതൊരു അറിവുമില്ല എന്നും ഈ സർക്കാർ അത്തരമൊരു നീക്കം നടത്തിയിട്ടില്ല എന്നുമാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മെറ്റയുമായി നമ്മളിതിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ ടീം മെറ്റയുമായി നടത്തിയ കമ്മ്യൂണിക്കേഷനിൽ മെറ്റ നമ്മളോട് വളരെ കൃത്യമായും പറയുന്നുണ്ട്, മെറ്റയ്ക്ക് ലഭിച്ചിട്ടുള്ള ഒഫീഷ്യൽ ലീഗൽ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കം നടന്നതെന്ന്. ആ മെറ്റ നമുക്ക് നൽകിയ മറുപടി നമുക്ക് സ്ക്രീനിൽ കാണാം. മെറ്റ നമ്മളോട് കൃത്യമായി പറയുന്നുണ്ട്, രണ്ട് കാരണത്തിലാണ് ഒരു കണ്ടന്റ് റിമൂവ് ചെയ്യുന്നത്. ഒന്നുകിൽ അത് മെറ്റയുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ബ്രേക്ക് ചെയ്യണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീഗൽ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇവിടെ ഏതെങ്കിലും വിധത്തിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം മെറ്റ ആദ്യഘട്ടത്തിൽ നമ്മളോട് വ്യക്തമാക്കുന്നു. തുടർന്ന് മെറ്റ നമ്മളോട് പറയുന്നുണ്ട്, ഒരു ലീഗൽ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടന്റുകളെല്ലാം റിമൂവ് ചെയ്യപ്പെടുന്നത് എന്ന്. തുടർന്ന് മെറ്റ നമ്മളോട് വിശദീകരിക്കുന്നുണ്ട്, വെൻ ഫേസ്ബുക്ക് റെസ്ട്രിക്ട്സ് എ പോസ്റ്റ് ലോക്കലി ഡ്യൂ ടു എ ഗവൺമെന്റൽ ഓർ ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്റ്റീവ് under India's information technology rules. It signifies that Meta has received a legitimate legal order from a governmental body or court to limit access to that specific content within that area. ഇവിടെ വളരെ കൃത്യമായി മെറ്റ നമ്മളോട് പറയുന്നു, സർക്കാരിനോ കോടതിക്കോ ഒരു സർക്കാർ ഏജൻസിക്കോ അല്ലാതെ മറ്റാർക്കും മെറ്റയ്ക്ക് ഒഫീഷ്യലായി ഒരു ലീഗൽ റിക്വസ്റ്റ് നൽകാൻ കഴിയില്ല. ഇവിടെ നമുക്ക് മുന്നിൽ രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ഏത് സർക്കാരാണ് ഈ മെറ്റ നമ്മുടെ മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്ന സർക്കാർ? ഒന്നുകിൽ സംസ്ഥാന സർക്കാരായിരിക്കണം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരായിരിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും സാധാരണ ഇപ്പോൾ എനിക്ക് മറ്റൊരാളുടെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയോ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയോ ഒരു ലീഗൽ റിക്വസ്റ്റ് നൽകാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റൽ ബോഡി ആയിരിക്കണം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു സംവിധാനം, ഒരു ഉദാഹരണത്തിന് കോടതി ആയിരിക്കണം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ പോലീസ് ആയിരിക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനം, സർക്കാർ ഏജൻസി ആയിരിക്കണം. ഇതൊന്നുമല്ലാത്ത സാധാരണ ആയ ഒരാൾക്ക് ഒരു ലീഗൽ റിക്വസ്റ്റ് നൽകാൻ കഴിയില്ല. നൽകിയാൽ തന്നെ അത് മെറ്റ സ്വീകരിക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് മുന്നിൽ രണ്ട് സാധ്യത മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ സംസ്ഥാന സർക്കാർ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ. സംസ്ഥാന സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വവുമില്ല, ഞങ്ങൾക്കറിയില്ല എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നൽകുന്ന മറുപടിയെങ്കിൽ പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇതിലെ താല്പര്യം എന്താണ്? ഇന്നലെയും ഇന്നുമായി നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നും റിമൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് ഇന്നലെ 13 വാർത്തകൾ, ഇന്ന് 8ഓളം വാർത്തകൾ, ഏതാണ്ട് 21ഓളം വാർത്തകൾ ഇതിനകം തന്നെ റിമൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ 21 വാർത്തകളിൽ ഏതാണ്ട് 15ലധികം വാർത്തകളും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. സംസ്ഥാന സർക്കാരിനെ ഓഡിറ്റ് ചെയ്യുന്ന വാർത്തകൾ, വി ഡി സതീശനെതിരായ പ്രതിപക്ഷ നേതാക്കളുടെ പരാമർശങ്ങൾ, വി ഡി സതീശന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ ലഹരിക്കേസിൽ പിടിക്കപ്പെടുന്ന വാർത്ത, ഇത്തരം വാർത്തകളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടേണ്ട താല്പര്യം കേന്ദ്ര സർക്കാരിന്റെ പുറകിലുണ്ടോ? അങ്ങനെ ഒരു താല്പര്യം കേന്ദ്ര സർക്കാരിന് പുറകിൽ ഉണ്ടെങ്കിൽ വീണ്ടും അത് ഗൗരവമേറിയ രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി ഉന്നയിക്കേണ്ട സ്ഥിതി ഇവിടെ വന്നുപെടും. ഇവിടെ തീർച്ചയായും സംസ്ഥാന സർക്കാരിന് ഇതിന് യാതൊരു അറിവുമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയേണ്ട സാഹചര്യമല്ല മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ളത്. വളരെ അടിയന്തരമായ നടപടി സ്വീകരിച്ച് കേരളത്തിൽ ഇത്ര ഭീകരമായ ഒരു മാധ്യമ സെൻസർഷിപ്പിലേക്ക് മാധ്യമ ഇടങ്ങളെ മാറ്റിത്തീർക്കുന്ന ഒരു അവസ്ഥയ്ക്ക് എന്ത് പരിഹാരം എന്നുള്ളത് കാണണം. അതിന് ഉത്തരവാദികളായ ആളുകളെ കണ്ടുപിടിക്കണം. അതിലേതെങ്കിലും വിധത്തിൽ കുറ്റകരമായ ഒരു റോൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാവണം എന്നുള്ളതാണ്. അതാണ് പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് കുറച്ചുകൂടി ആർജവത്തോടെ വി ഡി സതീശൻ നിലപാടുകൾ എടുത്തിരുന്നതാണ്. ഇതിപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഒരു സെൻസർഷിപ്പാണ് നടക്കുന്നത്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന ആരോപണം ഉയരുമ്പോൾ ഇങ്ങനെയാണോ, പരിഹാസ രൂപേണയാണോ മറുപടി നൽകേണ്ടത് എന്ന് അദ്ദേഹം ചിന്തിച്ചില്ലെങ്കിലും പൊതുസമൂഹം ചിന്തിക്കുമെന്ന് നമുക്ക് കരുതാം. ഷഫീഖ് താമരശ്ശേരി വിശദാംശങ്ങൾ നൽകിയിരുന്നു.